ഹലോ ഫ്ലൈവിലേഴ്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ എടപ്പള്ളിയിലെ ഹർമൻ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമിലാണ്. ഇവിടെ ഉദ്ഘാടനം ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നോട്ടീസ് ചെയ്ത രണ്ട് സംഗതി ഉണ്ട്. അതിലൊന്ന് ഈ യെല്ലോ ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഈ ഷോറൂം തന്നെയാണ്. ഷോറൂം എന്ന് പറയുന്നത് 10,000 സ്ക്വയർ ഫീറ്റുള്ള 25 വണ്ടി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന വളരെ എസ്തെറ്റിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഷോറൂമാണ്. ഈ ഷോറൂമിൻ്റെ ഒരു ടൂർ ആണ് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നത്. സോ ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരുപാട് പുതിയ ഷോറൂംസ് ഇവിടെ യൂസ് കാർ സെഗ്മെന്റിൽ വരുന്നുണ്ട്. അതെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോറൂംസ് ആണ്. അതിന് മെയിൻ കാരണം യൂസ് കാർ എന്ന സെഗ്മെന്റ്, ആ ഒരു മാർക്കറ്റ് തന്നെ വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. കാരണം ഇന്ത്യയിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്പെൻഡിങ് പാറ്റേണിൽ ഭയങ്കര മാറ്റമാണ് ആക്ച്വലി കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, ആളുകളുടെ ഒരു ഭയം, അല്ലെങ്കിൽ ആളുകൾ ഉള്ള കാശ് എൻജോയ് ചെയ്യാന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് ഇൻ തോട്ട് എല്ലാമാണ് കാരണം. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കാണെങ്കിലും പ്രത്യേകിച്ച് മലയാളികൾക്കും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാറുള്ള വീട് വാങ്ങുന്നില്ല. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് വണ്ടി വാങ്ങുന്നില്ല. അപ്പോൾ ഈ വണ്ടി വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള വണ്ടികൾ ആളുകൾ വാങ്ങുന്നുണ്ട്. അതിൽ പുതിയതും വാങ്ങാം, നമുക്ക് യൂസ്ഡും വാങ്ങാം. പുതിയത് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നാമത് പ്രൈസ് കൂടി വരുന്നുണ്ട്, പ്രൈസ് കൂടുതലാണ്. അതിൻ്റെ പുറമെ പുതിയത് വാങ്ങിയിട്ട് കുറച്ച് സമയം ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ഡിപ്രിഷിയേഷൻ വാല്യൂ ഭയങ്കരമായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ടാക്സേഷനും കാര്യങ്ങളിലും പോകുന്ന ആളുകൾ അത് ചിലപ്പം മൈൻഡ് ചെയ്യാതെ ചിലപ്പോൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ കുറേ സെൻസിബിൾ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ യൂസ് കാറാണ് വാങ്ങുന്നത്. അതിന് കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു സ്ലാഷ് ചെയ്ത പ്രൈസിലായിരിക്കും വണ്ടി കിട്ടുന്നുണ്ടാവും. എന്നാൽ യൂസ് കാർ സെഗ്മെൻ്റ് ആണെങ്കിലോ ഗ്രോ ചെയ്ത് അതിനും വാല്യൂ കൂടി വരുന്നുണ്ട്. എന്നാൽ നമ്മൾ വണ്ടി വാങ്ങുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒക്കേഷൻ പോലെ, ഒരു മൊമെൻ്റ് ആണ്. വീട് വാങ്ങി വീട് വെക്കുന്ന ഒരു വീട് കൂടലെല്ലാം വെക്കുന്ന പോലെ തന്നെയാണ് വണ്ടി വാങ്ങി ആ ഡെലിവറി പാറ്റേണെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഷോറൂംസും കാര്യങ്ങളെല്ലാം വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ. അതുപോലെ തന്നെ ഒരു വണ്ടി വാങ്ങുമ്പം ആൾക്കുണ്ടാകുന്ന ട്രസ്റ്റ്, അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ, അതെല്ലാം ഇത്തരം ഷോറൂമും ഇത്തരം ഡീലർഷിപ്പും ലഭിക്കുന്നുണ്ട്. കാരണം അവർ വണ്ടി എടുക്കുമ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പേപ്പർ ക്ലിയർ ആണോ, അതിൻ്റെ ബാക്ക് റെക്കോർഡ്സ് നോക്കി ഇനിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടെല്ലാണ് ഹർമൻ മോട്ടോഴ്സ് പോലുള്ള യൂസ് കാർ ഡീലർഷിപ്സ് എല്ലാം തന്നെ വണ്ടി വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ട്രസ്റ്റ് ഫാക്ടറും വരുന്നുണ്ട്. പിന്നെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള വണ്ടി കാണാൻ തന്നെ നമുക്ക് രസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദുബായിലെല്ലാം പോയവർക്ക് കാണാൻ പറ്റും. ആ ഷെയ്ഖ് സായിദ് റോഡിലുള്ള മേജർ ആയിട്ടുള്ള ഷോറൂംസ് എല്ലാം തന്നെ യൂസ് കാറിൻ്റെ ഷോറൂമാണ്. അവിടുത്തെ ഒരു സെയിൽ പാറ്റേൺ വ്യത്യാസം. പുതിയ വണ്ടി നമുക്ക് അങ്ങനെ വാങ്ങാം, പക്ഷേ ഇവിടുത്തെ ഒരു നേച്ചർ വെച്ച് പുതിയ വണ്ടി നമുക്ക് ഓത്തറൈസ്ഡ് ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സ് ലഭിക്കും. ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് മാത്രമായിരിക്കില്ല, ഇവരുടെ അടുത്തുള്ള ഒരു ഡാറ്റാ ബാങ്കിൽ ഒരുപാട് ചോയ്സുകളുണ്ടാവും. ഇവിടെ തന്നെ വളരെ അട്രാക്റ്റീവുള്ള കുറേ വണ്ടികളുണ്ട്. ഏതായാലും ഷോറൂം നിങ്ങൾ കാണുക. ഇതൊരു 10,000 സ്ക്വയർ ഫീറ്റിൽ ബിൽഡ് ചെയ്തൊരു ഷോറൂം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അട്രാക്റ്റീവായി തോന്നിയിട്ടുണ്ട്. ഓരോ ബ്രാൻഡ്സും അവരുടെ ഒരു തീം ഫോളോ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പുതിയതായതുകൊണ്ട് തന്നെ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോറൂമായിട്ടാണ് എനിക്ക് ഈ ഹർമൻ്റെ ഷോറൂം തോന്നിയിട്ടുള്ളത്. അതിൽ പല എസ്തെറ്റിക് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇവിടെ 25 കാറുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കൺജസ്റ്റഡ് ആയിട്ടല്ല, ഇത്രയും ഫ്രീ ആയിട്ട് തന്നെ. അതിൻ്റെ പുറമെ ഇവിടെ മെസറിൻ ഫ്ലോറിൽ ഇവിടെ ഓഫീസ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ എല്ലാം തന്നെ വളരെ ഒരു അട്രാക്റ്റീവാണ്. കാരണം നല്ല രീതിയിൽ ലൈറ്റ് ഉള്ളോട്ടെല്ലാം വരുന്നുണ്ട്. വലിയ ഡബിൾ ഹൈറ്റുള്ള ഷോറൂമെല്ലാണ്ട് വണ്ടികൾക്ക് തന്നെ ഒരു ഭംഗി തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസ്പ്ലേ എല്ലാം. സോ അത് നിങ്ങൾ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് തോന്നുന്ന ചില വണ്ടികളുണ്ട്, അത് കാണിച്ചു തരാം. ഹർമൻ മോട്ടോഴ്സിൻ്റെ ഈ പുതിയ ഷോറൂമിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയും ഈ 2016 ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷ് ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി കൊണ്ടുവന്നാണെങ്കിലും ഈ ഒരു വണ്ടി ഇവിടെ സ്പെസിഫിക്കലി പറയാൻ കാരണം ഇതിൻ്റെ വില ഞാൻ അന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. 2.65 crore ആണ് ഇതിൻ്റെ വില വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വിലയുള്ള വണ്ടി. 2.65 വേർത്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വേർത്താണ്. അത് മനസ്സിലാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, വാച്ച് ഇറ്റ്. എന്തായാലും ഇതൊരു ബ്യൂട്ടി തന്നെയാണ്, എൻജോയ് ഇറ്റ്. 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ വാങ്ങാവുന്ന 2 ലക്ഷറി സിഡാൻസ് ആണ് എൻ്റെ അടുത്തും വലത്തുള്ളത്. ഒന്ന് ബ്രിട്ടീഷ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, മറ്റേ ജർമ്മൻ എഞ്ചിനീയറിംഗ്. ഇത് ബെന്റ്ലിയാണ്, ഇത് പോർഷെ പാനമേരയാണ്. ബെന്റ്ലിയുടെ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് W12 ആണ്. ഇത് വന്നിട്ട് പാനമേര V6 ആണ്. ഇരട്ടി സിലിണ്ടേഴ്സ് ഉണ്ട്, പകുതി സിലിണ്ടറാണ്, പക്ഷേ ഒരേ വിലയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് 2014 ഇത് 2021. ബെന്റ്ലിയുടെ ആയിട്ടുള്ള അൾട്രാ ലക്ഷറി സ്റ്റേച്ചർ ഉണ്ട്. ഇത് കുറേ ഒരു സ്പോർട്ടിയർ സിഡാനാണ്. രണ്ട് ക്യാരക്ടറുള്ള വണ്ടികളാണ്, 2 നേച്ചറാണ്, 2 കളറാണ്, എല്ലോ ആണ്. പക്ഷേ പ്രൈസ് ഒന്നാണ്. ഇതിൽ നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഈ വണ്ടി ചൂസ് ചെയ്യാം. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുന്ന കമൻറ്റിൽ പറയാം. ഇത് ഒരു G ക്ലാസ് എലമെൻ്റ് ആണ്. ഭയങ്കര സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് 2015 മോഡലാണെങ്കിലും ഇന്നും G ക്ലാസ്സിൽ മാറാതെ കിടക്കുന്ന G ക്ലാസിൻ്റെ DNA ഉണ്ട്. അതിപ്പോൾ പുതിയ ഇലക്ട്രിക് വന്നാണെങ്കിലും ഇത്തരമുള്ള എലമെൻറ്റ്സ് റീറ്റെയിൻഡ് ആണ്.
അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതും കൂടിയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ അത് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വണ്ടി ഇവിടെ ഉള്ളതിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് വെറും ഒരു ജി വാഗൺ അല്ല. ഈ ഒരു ജി വാഗണിൻ്റെ സ്പെഷ്യാലിറ്റി ഉള്ള മറ്റൊരു കാര്യം, ഇന്നോടെക്കിൻ്റെ ഒരു അടിപൊളി എക്സോസ്റ്റ് ഉണ്ട്. അടിച്ച് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ഷോറൂം കുലുങ്ങും. ഒന്ന് എൻജോയ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പൈസ ഉണ്ടെങ്കിൽ ഞാൻ ജി വാഗൺ തന്നെ ഇനിയും വാങ്ങുള്ളൂ. പക്ഷേ അത്രയ്ക്കും കാശില്ലെങ്കിൽ ഞാൻ വാങ്ങാൻ ചാൻസ് ഉള്ളത് വേറൊരു എസ് യു വി ആണെങ്കിൽ അതൊരു കൂപ്പെ ഫോമിലായിരിക്കും. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് GLE കൂപ്പെ. GLEയുടെ നോർമൽ എസ് യു വി ഉണ്ട് ഇവിടെ, ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന എസ് യുകൾ. ഈ രണ്ട് ഓപ്ഷൻസ് വരുന്ന കേസിൽ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല, കൂപ്പെ ഫോമിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇത് GLE 53 കൂപ്പയാണ്, 2021 മോഡലാണ്. ഇന്നിപ്പോൾ മാർക്കറ്റിലും തന്നെ നമുക്കറിയാം ഒരു സ്റ്റൈലിഷായി നിൽക്കുന്ന എസ് യു വികളിൽ ഒന്നാണ്. കുറച്ചുകൂടി ബേസിക്കായി തോന്നുന്ന രീതിയിലാണ് നോർമലി ഇന്ത്യയിൽ GLE വന്നുള്ളത്. പക്ഷേ കിറ്റപ്പെല്ലാം ചെയ്ത ആളുകൾ ഭംഗി കൂട്ടാണ്ട്. പക്ഷെ ഇതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ വരുന്നത് തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. ഇത് ഒരു വൈറ്റ് ബ്യൂട്ടി തന്നെയാണ് ഇവിടെ. നമ്മുടെ റോഡിൽ റയർ ആണെങ്കിലും BMW സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് 8 സീരീസ്. 7 സീരീസ് ആണ് നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. പക്ഷേ അതിനേക്കാളും നോമിക്ലേച്ചറിൽ മേലെ നിൽക്കുന്ന ഒരു മോഡലാണ് 8 സീരീസ്. 8 സീരീസിൻ്റെ ഗ്രാൻഡ് കൂപ്പെ എന്ന് പറയുന്ന മോഡലാണ്. 7 സീരീസിൻ്റെ തന്നെ ഒരു കൂപ്പെ ഫോമാറ്റിലായിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഇന്നിപ്പം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോമാറ്റിലാണ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റൈലിഷ് മാത്രമല്ല, കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു കൂപ്പെ ഫോമാറ്റിലുള്ള ഫോഡോ കൂപ്പെ എന്നുള്ള ഫോമാറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിൻ്റെ റിവ്യൂ മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അന്ന് മിസ്സായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ്. അന്ന് നമ്മൾ കൊണ്ടുവന്ന എംബോഡി സ്കിറ്റ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തത്. ചില വണ്ടികൾക്ക് അത് അട്രാക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൂവും ക്രോമെല്ലാം കൂടിയപ്പോൾ ഇത് വേറെ തന്നെ ലുക്കാണ്. സാധാരണ നമ്മൾ 8 സീരീസ് ഗ്രാൻഡ് കൂപ്പെ ഇവിടെ റോഡിൽ കാണാത്തതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ വളരെ ഡിഫറെൻറ്റ് ഫീൽ ഉണ്ട്. എന്തായാലും ഇത് നിങ്ങളും അധികം കണ്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ പറയാം. നമ്മുടെ എല്ലാവരും ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണത്. പരിചയപ്പെടുത്തുന്ന കാര്യമില്ല എന്നറിയാം. പെർഫോമൻസ് കാറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന വണ്ടിയാണ് മിനി കൂപ്പർ എസ് JCW. ഇത് പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിനി കൂപ്പർ നമ്മളെല്ലാം തന്നെ ഒരു കസ്റ്റമൈസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓരോ മിനി കൂപ്പറും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ രീതിയിലാണ് നമ്മൾ വണ്ടികൾ എടുക്കാറില്ല. ഇതങ്ങനെ ഒരു കിറ്റപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒരുപാട് ഡീറ്റെയിലിംഗ് കാണാം. അതുപോലെ തന്നെ ഇതിലൊരു അടിപൊളി എക്സോസ്റ്റ് ഉണ്ട്. എൻജോയ് ഇറ്റ്. എപ്പിറ്റോം ഓഫ് ലക്ഷറി എന്ന് വിളിക്കുന്ന ബ്രാൻഡാണ് റോൾസ് റോയ്സ്. റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റ് ആണിത്. ഞാനിത് കാണിക്കാൻ കാരണം ഈ വണ്ടിയുടെ മാത്രം പ്രത്യേകത ഉണ്ടല്ല, ഈ ഷോറൂമിൻ്റെ പ്രത്യേകത. ഇത്രയും വെസറ്റൈൽ ആയിട്ടുള്ള ബ്രാൻഡ്സും മോഡൽസും വെറൈറ്റീസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഡിസ്പ്ലേൻ്റെ പുറമെ കുറച്ച് പുറത്ത് വണ്ടികളെല്ലാം ഉണ്ട്. അതിനും കൂടെ ചേർക്കുമ്പോൾ നമുക്കിവിടെ എനിക്ക് തോന്നുന്ന ഒരു 10-30 വണ്ടി ഇവിടെ തന്നെ ഡിസ്പ്ലേയിൽ കാണാം. അതിൻ്റെ പുറമെ അവർക്ക് വേറെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇത്തരം ഷോറൂമുകൾ ഉണ്ടാകുമ്പോഴുള്ള ഗുണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് ഷോറൂമുകളെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണെന്ന്. അത് ഇതിനെല്ലാം തന്നെ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് അതൊരു മൊമെൻ്റ് ആക്കി ഒക്കേഷൻ ആക്കിയിട്ടെല്ലാം നിങ്ങൾ ഒരു നിങ്ങളൊരു കാർ ബൈയിങ് ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എത്ര ഷോറൂമുകളോട് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ ഹർമൻ മോട്ടോഴ്സ് ലേറ്റസ്റ്റ് ആയ ഷോറൂം കൊണ്ടുവന്നിട്ട് ഇത്രയും ഓഫറിങ്സ് ഉണ്ട്. ഇത്രയെല്ലാം ഞാൻ കാണിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഒരു വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ, ഈ ഒരു കാറ്റഗറിയിൽ എത്തുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക? ഇത്രയും വണ്ടികൾ ഞാൻ കാണിച്ചതും കാണിക്കാത്തതും നിങ്ങൾ വിഷ്വൽ കണ്ടു. അത് നിങ്ങളെ ചോയ്സ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഇത്തരം വണ്ടികളെല്ലാം വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്യുക. അവരെ കൂടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൊമെൻറ്റ് ചെറിഷ് ചെയ്യാൻ പറ്റും. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക. അടുത്തവണ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.